إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും ഒന്നൊഴിയാതെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ
മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഒരു അനുഗ്രഹമൊഴിച്ച് എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ മരണത്തോടുകൂടി അവന് നഷ്ടമായി പോകും. എന്നാൽ അവന്റെ മരണം മുതലുള്ള പരലോക ജീവിതത്തിൽ, അതായത് എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒരേ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അതെന്തെന്നറിയുമോ? ഹിദായത്ത്, സന്മാർഗം. അത് മഹത്തായ ഒരു അനുഗ്രഹമാണ്. ആ ഹിദായത്ത് എന്ന് പറയുന്ന അനുഗ്രഹം മറ്റൊരാളുടെ ഇടപെടലുകൾ കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന, തീരുമാനിക്കുന്ന, നിശ്ചയിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശേഷണമായി കൊണ്ട് ഹാദി എന്ന് പറയുന്നത്, ഹിദായത്ത് നൽകുന്നവൻ. നമ്മളൊക്കെ മക്കളെ അബ്ദുൽ ഹാദി എന്ന് വിളിക്കാറുണ്ട്. ഹിദായത്ത് നൽകുന്നവന്റെ അടിമ എന്നർത്ഥം. പക്ഷെ പല ആളുകളും ഹാദി ഹാദി എന്ന് വിളിക്കും. തെറ്റാണത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഹിദായത്ത് എന്ന് പറയുന്ന അനുഗ്രഹം നൽകുന്നത്. എന്നാൽ മുവഹിദുകളായ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹിദായത്തിന്റെ വിഷയം. നോക്കൂ, സമ്പത്തും, ശ്രദ്ധിക്കണം, സമ്പത്തും സൗന്ദര്യവും അധികാരവും നമ്മുടെ ബന്ധങ്ങളും ഒരിക്കലും ഹിദായത്ത് കിട്ടാൻ മാനദണ്ഡമല്ല. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയം. കാരണം സമ്പത്ത് ഹിദായത്തിന്റെ മാനദണ്ഡമല്ല എന്നത് തെളിയിക്കുന്ന ചരിത്രമാണ് ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തിയുടെ. ശഖ്സുൻ അല്ലദീ ആശ ഫീ അഹ്ദി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഖാറൂനിനെ പറ്റി ഖുർആൻ പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറയാം, وآتيناه من الكنوز ما إن مفاتحه. തന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങളെ പറ്റി ഖുർആൻ എടുത്തു പറഞ്ഞെങ്കിൽ അത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു ഖാറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊടുത്തു, സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചു. പക്ഷേ ആ മനുഷ്യൻ നന്ദികേട് ചെയ്തു, അഹങ്കരിക്കുകയാണ് ദുനിയാവിൽ ചെയ്തത്. അവനെയും അവന്റെ ഭവനത്തെയും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ആ ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഖാറൂൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സമ്പത്തുണ്ടായ കാരണം ഹിദായത്തിലായോ? ഇന്ന് നമുക്കിടയിൽ അയൽവാസികളായി, നമ്മുടെ കുടുംബങ്ങളിൽ, കൂടെ ജോലി ചെയ്യുന്നവരിൽ എത്ര ആളുകൾക്ക് സമ്പത്തുണ്ട്? സമ്പത്തില്ലാഞ്ഞിട്ടാണോ? പക്ഷേ ഹിദായത്ത് സമ്പത്തിന്റെ സമ്പത്ത് ഹിദായത്തിന്റെ മാനദണ്ഡമല്ല. അതുപോലെ തന്നെ അധികാരം ഹിദായത്തിന്റെ മാനദണ്ഡമല്ല. അതേ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച നമുക്കറിയാം ഫിർഔൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തു. ആ അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം അഹങ്കരിക്കുകയാണ് ചെയ്തത്. ഇന്ന് വരെ ലോകത്തിൽ ആരും പറയാത്ത വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞു. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഹാദിൽ അൻഹാറുല്ലതി തജ്രി മിൻ തഹ്തി, ഈ പുഴകളും നദികളും ഒക്കെ ഒഴുകുന്നത് എന്റെ അധീനതയിലാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ പ്രബോധനവുമായി കടന്നു വരികയാണ്.
യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന മഹിതമായ ആദർശം ആ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം കടന്നു വന്നത്. ആ ശത്രുവായ ഫിർഔൻ പറഞ്ഞതാ നിങ്ങളുടെ റബ്ബ് ഞാനാ. പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഫിർഔനിനെയും തന്റെ കൂട്ടാളികളെയും അല്ലാഹു സമുദ്രത്തിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അധികാരമുണ്ട്, അല്ലാഹു ഹിദായത്ത് നൽകിയോ? ഇന്നെത്ര പേർക്ക് അധികാരമുണ്ട്? അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിൽ ഇരുന്നു കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട്. പക്ഷേ ആ അധികാരം ഒരിക്കലും ഹിദായത്തിന്റെ മാനദണ്ഡമല്ല. ഇനി സൗന്ദര്യമുള്ള ആളുകളുണ്ട്. സൗന്ദര്യം ഹിദായത്തിന്റെ മാനദണ്ഡമാണോ? അല്ല. നമുക്കറിയാം, അബൂലഹബ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. മുഖത്തിന്റെ പ്രസന്നത കൊണ്ടാണ്, മുഖത്തിന്റെ ഭംഗി കൊണ്ടാണ് അബൂലഹബ് എന്ന് പേര് വിളിക്കപ്പെട്ടത്. വലിയ സൗന്ദര്യമുണ്ടായിട്ട് ഹിദായത്ത് കിട്ടിയോ? ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചപ്പോൾ സഫാ കുന്നിലേക്ക് തന്റെ കുടുംബങ്ങളെയും നാട്ടുകാരെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തൗഹീദ് ഉണർത്തി കൊടുത്തു. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് മുന്നിൽ മാത്രം സുജൂദ് ചെയ്യണം, ഇബാദത്തിന്റെ ഏതേത് വശങ്ങളും അവന് മാത്രം അർപ്പിക്കണം. നിങ്ങൾക്ക് മരണം വരാനുണ്ട്, മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ഖബർ ജീവിതമുണ്ട്. അവിടെ നന്മയുണ്ട്, തിന്മയുണ്ട്, ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ എന്താ അബൂലഹബ് പറഞ്ഞത്? തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം. അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയിട്ടാണോ ഈ സഫാ കുന്നിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? നോക്ക്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ അങ്ങാടികളിൽ പോയി തൗഹീദ് വിളംബരം ചെയ്യുമ്പോ പുറകിൽ നിന്ന് അബൂലഹബ് പറഞ്ഞത് എന്താണെന്നറിയോ? ഇന്നഹു സാബിയുൻ വകാദിബുൻ, മതം മാറിയ ആളാ, കളവ് പറയുന്നവനാ, ആരും മുഹമ്മദിനെ അംഗീകരിക്കരുത്. എന്നാൽ വിശ്വാസികളെ, ആ അബൂലഹബിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ലോകത്തുള്ള മനുഷ്യർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ, അബൂലഹബിന്റെ ഇരുകലങ്ങളും നാശമടയട്ടെ. വതബ്ബ, അവൻ പൂർണ്ണമായും നശിക്കട്ടെ. നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടെന്നറിയോ? അബൂലഹബ് പ്രവാചകനെ ഏത് വേർഡ് കൊണ്ടാണോ, വാക്കുകൊണ്ടാണോ നശിക്കട്ടെ എന്ന് പറയുന്നത്, തബ്ബല്ലക്, അതേ വാക്കുകൊണ്ടാ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ, അവന്റെ സമ്പത്തും അവന്റെ ധനവും അവന് സമ്പാദിച്ചവും അവന് ഉപകാരപ്പെട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, തീജ്വാലകളുള്ള നരകാഗ്നിയിൽ കിടന്നവൻ വെന്തെരിയുന്നതാണ്. സൗന്ദര്യമുണ്ട്, പക്ഷേ അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. അപ്പൊ സമ്പത്തും അധികാരവും സൗന്ദര്യവും ഹിദായത്തിന്റെ മാനദണ്ഡമല്ല. ഇനി സഹോദരങ്ങളെ, ബന്ധങ്ങളോ കുടുംബ ബന്ധമോ ഹിദായത്തിന്റെ മാനദണ്ഡമാണോ? ഒരിക്കലുമല്ല. നോക്കൂ, പ്രവാചകന്റെ പിതൃവ്യൻ അബൂ തൽബ് 8-ാമത്തെ വയസ്സ് മുതൽ 50-ാമത്തെ വയസ്സ് വരെ പ്രവാചകന് എല്ലാ സംരക്ഷണവും നൽകി. മനസ്സിലാക്കണം, ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തിരിഞ്ഞപ്പോ അബൂ ത്വാലിബ് പറഞ്ഞ വർത്തമാനമുണ്ട്. വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി, എന്റെ ശരീരത്തിൽ മണ്ണ് പുരളുന്നത് വരെ നിന്റെ രോമത്തിൽ സ്പർശിക്കാൻ ശത്രുക്കൾക്കാവില്ല റസൂലേ. ആരാ പറഞ്ഞത്? അബൂ ത്വാലിബ്. ആരോടാ പറഞ്ഞത്? റസൂലിനോട്. പ്രബോധന വീതിയിൽ എല്ലാ നിലക്കും സപ്പോർട്ട് ചെയ്തു. പക്ഷെ പ്രവാചകന്റെ പാത അംഗീകരിച്ചിരുന്നില്ല. ശത്രുക്കളിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കുകയില്ല.
ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അബൂ താലിബിന്റെ മരണം വരെ എനിക്ക് ഖുറൈശികളിൽ നിന്ന് ഒരു അനർത്ഥവും നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. പ്രവാചക പിതൃവ്യനാണ്. അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിന്റെ അടുത്തേക്ക് പോവുകയാണ്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ഷഹാദത്ത് പറയണം, കലിമത്തു തൗഹീദ് നിങ്ങൾ ഉച്ചരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം മരിക്കേണ്ടത്. അബൂ താലിബ് പറഞ്ഞോ? നിരസിച്ചില്ലേ? എന്റെ പൂർവികരുടെ പാത ഞാൻ ഒരിക്കലും വെടിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിനെ നിരസിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. പ്രവാചകന് സങ്കടമായി. സത്യനിഷേധിയാണ്, മുശ്രിക്കാണ്. പക്ഷേ എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. പായത്തിറങ്ങി സത്യനിഷേധികൾക്ക് ഇസ്തിഗ്ഫാർ തേടാൻ ഒരിക്കലും ആവില്ല റസൂലെ, പാടില്ല റസൂലെ. വീണ്ടും അള്ളാഹു പ്രവാചകനോട് പറയുന്ന വർത്തമാനമുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന നിന്റെ കുടുംബക്കാരെ റസൂലെ ഒരിക്കലും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നിനക്കാകുകയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കുകയുള്ളൂ. നമ്മുടെ വീട്ടില് ബാപ്പ വലാലത്തിലായിരിക്കും, മകൻ ഹിദായത്തിലാകും. മകൻ ഹിദായത്തിലാകും, ബാപ്പ വലാലത്തിലായിരിക്കും. നമ്മൾ ഹിദായത്തിലായിരിക്കും, കുടുംബക്കാർ വലാലത്തിലായിരിക്കും. ഒരുപാട് അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് അള്ളാഹു ഹിദായത്ത് കൊടുക്കാത്തത്? നമ്മൾ ദഅവത്ത് ചെയ്യുന്നില്ല എന്ന പ്രശ്നം കൊണ്ടാണോ? എത്ര ദഅവത്ത് ചെയ്താലും എത്ര പ്രബോധനം നടന്നാലും അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ അള്ളാഹു ഹിദായത്ത് കൊടുക്കുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ് ആസർ, അദ്ദേഹത്തോട് പറയാ, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത വിഗ്രഹങ്ങളെ താങ്കൾ എന്തിനാ ആരാധിക്കണം? പിതാവ് പറഞ്ഞു, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, എന്റെ ഇലാഹുകളെ നീ വേണ്ടെന്ന് വെക്കുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക. ഈ തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പരിപാടി നീ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഈ നാട്ടിൽ നിന്ന് നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും. വീട്ടിൽ നിന്ന് പുറത്താക്കി. ഒരു പ്രവാചകന്റെ പിതാവിന് ഹിദായത്ത് കിട്ടിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ എല്ലാവർക്കും ഹിദായത്ത് കിട്ടിയിട്ടുണ്ടാവും, ഹിദായത്തിന്റെ മാർഗത്തിലായിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കണോ, അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്റെ പിതൃവിൻ അബൂ താലിബ് ഹിദായത്ത് കൊടുത്തിട്ടില്ല. ഒരു പ്രവാചകൻ പിതാവിന് അള്ളാഹു കൊടുത്തിട്ടില്ല. നോക്കൂ നിങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചവർക്ക് മാത്രം. നാളെ പരലോകത്തെന്ന് പറയും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അലം അഖുൽ ലക ലാ തുഅസിനി, എന്നെ ധിക്കരിക്കരുതെന്ന് പിതാവ് ഞാൻ പറഞ്ഞിരുന്നില്ലയോ ദുനിയാവിൽ വെച്ച്? പിതാവ് പറയും, ഫൽയൗമ ലാ അഅസീർ, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കൂല മോനെ. പിതാവിന്റെ മുമ്പിൽ വെച്ച് നരകത്തിലേക്ക് ഇബ്രാഹിം നബി ആസറിനെ എറിയപ്പെടുക. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നോക്കി നിൽക്കെ. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ വനാദാ നൂഹ് ഇബ്നുഹു യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മിനൽ കാഫിരീൻ. കപ്പലിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു. കാഫിരീനോട് നീ ആയി പോകരുത്, അവരുടെ കൂടെ നീ പോയാൽ നിനക്ക് നരകമാണുള്ളത്. അത് വലാലത്തിന്റെ വഴിയാണ്, ഹിദായത്തിന്റെ വഴിയല്ല. ഒരു പ്രവാചകന്റെ മകനാ ഹിദായത്ത് കിട്ടാതെ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പ്രവാചകന്റെ പിതാവ്, മറ്റൊരു പ്രവാചകന്റെ മകൻ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, എപ്പോഴും വിശുദ്ധ ഖുർആൻ എഴുതാറുണ്ട്,
ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അല്ലാഹു ഉപമ വിവരിക്കുകയാ. രണ്ട് ഭാര്യമാരാണ്. പ്രവാചകന്മാരുടെ ഭാര്യമാര് സത്യനിഷേധികൾക്ക് ഉപമ. നഊദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യമാർ സത്യനിഷേധികൾക്ക് ഉപമ. കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ. അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സദ്വൃത്ത നബിമാരുടെ കീഴിലായിരുന്നു. വഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. അവരവരെ വഞ്ചിച്ചു, അവസാനം അവർ നരകത്തിലേക്ക്. പ്രവാചകന്റെ പിതാവ്, പ്രവാചകന്റെ മകൻ, പ്രവാചകന്മാരുടെ ഭാര്യമാർ, അവർക്കാർക്കും നൽകാത്ത ഹിദായത്ത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശുക്ർ കാണിക്കണം. അല്ലാഹുമ്മ ലക്കൽ ഹംദു വശുക്ർ. അതില്ലാതെ മരണപ്പെട്ടു പോയിട്ട് എന്ത് കാര്യം സഹോദരങ്ങളെ? ഇന്ന് നമ്മുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തും നിങ്ങളുടെ വീടും നിങ്ങളുടെ ജോലിയും അധികാരവും എല്ലാം നഷ്ടമാകും. അന്ന് മുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരേ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ അത് ഹിദായത്താണ്. ആ ഹിദായത്ത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ അയൽവാസികളോട് പറയുന്നുണ്ട്, കൂട്ടുകാരോട് പറയുന്നുണ്ട്, നാട്ടുകാരോട് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കൊടുത്തൊരു ചില ആളുകൾ വരൂല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് പ്രവാചകന്മാരുടെ കുടുംബത്തില്. പക്ഷേ നമ്മൾ ദഅവത്ത് ചെയ്യാതെ, പ്രബോധനം ചെയ്യാതെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോ ഹിദായത്ത് കിട്ടുന്ന ചരിത്രവുമുണ്ട്. അങ്ങനെയും സംഭവിക്കാം. പ്രവാചകന് സേവനം ചെയ്തിരുന്ന ഒരു ജൂത ബാലനുണ്ടായിരുന്നു. രോഗിയായി അറിഞ്ഞു. ആ ബാലനെ സന്ദർശിക്കാൻ പ്രവാചകൻ കടന്നു ചെല്ലുകയാ. ആ മോനെ കണ്ടപ്പോ പറഞ്ഞു, അസ്ലിം, നീ ഇസ്ലാം മതം സ്വീകരിക്കണം. പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്തു ചെയ്യണമെന്ന ഭാവത്തോടു കൂടി പിതാവിനെ നോക്കുകയാ ആ ജൂത ബാലൻ. പിതാവ് പറഞ്ഞു, ജൂതനായ പിതാവ് പറഞ്ഞു, അബുൽ ഖാസിം, അബുൽ ഖാസിമിനെ അംഗീകരിക്കുക, അനുസരിക്കുക. ആ കുട്ടി ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വന്നു, മുസ്ലിമായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട് വിശ്വാസികളെ, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെ അള്ളാഹു ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച റബ്ബിനാണ് സർവസ്തുതിയും. പ്രവാചകന് വല്ലാത്തൊരു സന്തോഷം. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിലാണ് നമ്മൾ ഓരോ ദഅവത്ത് ചെയ്യുന്നത്. നമ്മളൊരു പ്രസംഗം ഒരാൾക്ക് കൊടുത്തു, ഒരു ആയത്തിന്റെ അർത്ഥം അയച്ചു കൊടുത്തു, ഒരു പോസ്റ്റർ ഇട്ടു, അതല്ലെങ്കിൽ പ്രബോധന വീതിയിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ പങ്കാളികളായി. ആദ്യ കാരണം, ഒരു ലഘുലേഖ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ നമ്മൾ മുഖേന മാറിയാൽ അയാൾക്കും മാറിയവന്റെ പ്രതിഫലം ഉണ്ട് എന്നാ പറഞ്ഞത്. ആ കുട്ടിക്ക് ഹിദായത്ത് കിട്ടിയ പ്രവാചകന് സന്തോഷമായി. ഒരു ചരിത്രം കൂടെ പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയ. ഉമ്മ മുശ്രിക്കത്താണ്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് കരഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ കടന്നു വന്നു. എന്തിനാ കരയുന്നത്? ഉമ്മ മുശ്രിക്കത്താ. പ്രവാചകരെ താങ്കളെ തെറി വിളിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, താങ്കളെ കുറിച്ച് ഉമ്മ പലതും പറയുന്നുണ്ട്. ഞാൻ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാൻ, നീ തിരിച്ചോ. ഉമ്മക്ക് വേണ്ടി പ്രവാചകൻ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണേ പ്രാർത്ഥിച്ചു. വീണ്ടും പ്രവാചകനടുത്ത് കരഞ്ഞു വരികയാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വീണ്ടും എന്തിനാ കരയുന്നത് അബൂ ഹുറൈറ? ഇത് സന്തോഷത്തിന്റെ കരച്ചിലാ. എന്റെ ഉമ്മ ഹിദായത്തിന്റെ മാർഗത്തിലായിട്ടുണ്ട്. പ്രവാചകന് വല്ലാത്തൊരു സന്തോഷം. കാരണം പ്രവാചകൻ കാരണം ഒരാൾ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് വന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ ഹിദായത്ത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ അത് നൽകുകയുള്ളൂ.
അതാണ് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മള് ഓരോ ദിവസവും നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാറുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾ നേരായ മാർഗത്തിലാക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ, നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, വഴിപിഴച്ച കോപിക്കപ്പെട്ട ആളുകളുടെ മാർഗത്തിലല്ല എന്ന് പറഞ്ഞ് ആമീൻ എന്ന് പറയാ നമ്മൾ. ആ ഹിദായത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ. ആ ഹിദായത്ത് ലഭിക്കാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവന് നരകമായിരിക്കും. ഒരാൾ യഥാർത്ഥ മുവഹിദാണോ അവന് ഹിദായത്ത് ലഭിച്ചവനാണ്. ശിർക്ക് ചെയ്യുന്നവരാണോ, ബിദ്അത്ത് ചെയ്യുന്നവരാണോ, അതുപോലെ തന്നെ മിഅറാജ് നോമ്പ്, ബറാഅത്ത് നോമ്പ്, പ്രവാചകന്റെ ജന്മദിനാഘോഷം, അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, ഇബാദത്തിന്റെ മറ്റുള്ള വശങ്ങളെല്ലാം അല്ലാഹു അല്ലാത്തവർക്ക് വെച്ച് കൊടുക്കുന്ന എന്ത് പ്രവർത്തനം സ്വീകരിക്കുന്നവരും വലാലത്തിന്റെ വഴിയിലാണ്, ഹിദായത്തിന്റെ വഴിയിലല്ല. ഹിദായത്തിന്റെ വഴിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ഇഹലോകത്തും പരലോകത്തും വിജയിക്കാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെ വിജയിക്കുന്ന യഥാർത്ഥ മുവഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു നിഅമത്താണ് ഹിദായത്ത്, സന്മാർഗം എന്നുള്ളത്. അത് മറ്റൊരാളുടെ ഇടപെടലുകൾ കൊണ്ട് ഒരിക്കലും ലഭിക്കുന്നതല്ല എന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്, നമ്മളിപ്പോ ഹിദായത്തിൽ ഏത് നിമിഷവും വലാലത്തിലേക്ക് പോകാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ആവർത്തിച്ച് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലാക്കണേ. അടുത്ത റക്അത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുക, അടുത്ത നമസ്കാരത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുക, അടുത്ത ദിവസം വീണ്ടും പ്രാർത്ഥിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കാരണം എന്താണെന്നറിയോ, ഒരാൾ പെട്ടെന്ന് ഹിദായത്ത് മാർഗത്തിൽ നിന്ന് വലാലത്തിന്റെ മാർഗത്തിലേക്ക് പോകും. അതില്ലാതിരിക്കാൻ, അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ മാർഗത്തിൽ എന്റെ ഹൃദയത്തെ നീ അടിയുറപ്പിച്ച് നിർത്തണേ. ആ ഹൃദയം പെട്ടെന്ന് മാറിപ്പോകും. അതില്ലാതിരിക്കാൻ എന്റെ ഹൃദയത്തെ നിന്റെ മാർഗത്തിൽ, നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണം. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഹിദായത്തിന് ശേഷം അല്ലാഹുവേ ഞങ്ങളെ വലാലത്തിലാക്കരുത്, ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുത്. അത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. ഇത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നതിന് വേണ്ടിയിട്ട് അത് പറയുന്നത് കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ഇത്തരം പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ മറ്റൊരു പ്രാർത്ഥന പ്രവാചകൻ പരിചയപ്പെടുത്തുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഹുദയ ചോദിക്കുന്നു, സന്മാർഗത്തെ ചോദിക്കുന്നു, വത്തുഖാ സൂക്ഷ്മതയെയും ചോദിക്കുന്നു, വൽ അഫാഫ വൽ ഗിനാ പവിത്രതയെയും ഐശ്വര്യത്തെയും റബ്ബേ നിന്നോട് ചോദിക്കുകയാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ, ഈ പ്രാർത്ഥനയും അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഈ പ്രാർത്ഥനയും ഒക്കെ നമ്മൾ സ്ഥിരം പതിവാക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായിട്ട് ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വിശ്വാസികളെ, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് അല്ലാഹു ഒരിക്കലും ഹിദായത്ത് കൊടുക്കൂല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, മാടികൾക്ക് ഫാസിഖീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഹിദായത്തിന് കൊടുക്കൂല. നമുക്കൊരു ചരിത്ര സംഭവം കൂടെ സൂചിപ്പിക്കുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖബല ഇസ്ലാം, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഉമ്മ ചോദിക്കുക, മാ ഹാദ ദീൻ,
സഅദ് ഇതെന്ത് ദീനാ? നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ദീനിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞല്ലോ മുഹമ്മദിന്റെ ദീൻ. വല്ലാഹി ലതദഉന്ന ദീനകൽ ജദീദ് ലാ ആകുൽ വലാ അശ്റബ് ഹത്തൽ മൗത്ത്. മുഹമ്മദിന്റെ മതം നീ വെടിഞ്ഞ് ഞാനും പിതാവും സ്വീകരിച്ച മതത്തിലേക്ക്, ആദർശത്തിലേക്ക് നീ വന്നിട്ടില്ല എങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. അപ്പൊ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണെന്നറിയോ? ഇന്നി അലാ ശദീദ് ഹുബ്ബൻ ലക്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഉമ്മ നിങ്ങളെ. വല്ലാഹി ലൗ കാന ലകി അൽഫ് നഫ്സിൻ മിൻക ബഅദ നഫ്സിൻ മാ തറക്തു ദീനി ഹാദാ ബിശൈഇൻ. ഒരുപാട് ഉമ്മയെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് 1000 ശരീരമുണ്ടെങ്കിൽ 1000 ശരീരം 1000 തവണ മരിക്കേണ്ടി വന്നാലും കൊല്ലപ്പെടേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ 1000 തവണ ഇതിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും എനിക്ക് വിരോധമില്ല എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറയാം. ഇപ്പൊ നമുക്ക് ഈ ചരിത്ര സംഭവം പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു വീട്ടിൽ നമുക്ക് ഹിദായത്ത് കിട്ടി. നമ്മുടെ ബാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ആരും നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല. നമ്മുടെ ആദർശം ഇതായിരിക്കണം. നമ്മുടെ ആദർശം ഇതായിരിക്കണം. എവിടെയും നമുക്ക് നെഞ്ചുറപ്പോടെ പറയാൻ സാധ്യമാക്കണം. ആ ഹിദായത്ത് ചിലപ്പോൾ അല്ലാഹു എല്ലാവർക്കും നൽകിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്ക് അല്ലാഹു ആ ഹിദായത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ബാധ്യത എന്താണെന്നറിയോ? ഈ ഹിദായത്തിന്റെ വെളിച്ചമെത്താത്ത നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, കൂട്ടുകാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അയൽക്കൂട്ടങ്ങളുണ്ട്. അവിടേക്ക് നമ്മൾ ഈ ഹിദായത്തിന്റെ വെളിച്ചത്തെ എത്തിക്കേണ്ടതുണ്ട്. അവസാനം റസൂല് പറഞ്ഞല്ലോ, ബല്ലിഗു അന്നി വലൗ ആയതൻ, എന്നൊരായത്തെങ്കിലും നിങ്ങൾ ഈ ജനതയെ പഠിപ്പിക്കണം. ആ ഹിദായത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ബാധ്യത കൂടി നമ്മളിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ഭൂലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം, അയൽവാസികളിൽ നിന്ന് തുടങ്ങണം. ആർക്കാണോ ഹിദായത്തിന്റെ വെളിച്ചമെത്താത്തത് അവർക്ക് ഹിദായത്തിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുക. വലാലത്തിന്റെ മാർഗത്തിൽ നിന്ന് അവരെ മാറ്റുക. വിശുദ്ധ ഖുർആൻ കൊണ്ട് യഥാർത്ഥ ജിഹാദ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് റബ്ബ് നമ്മളെ ഇങ്ങോട്ട് പടച്ചയച്ചിട്ടുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ, ഇപ്പൊ നമ്മുടെ ബാങ്ക് ഏകദേശം 12:35 പക്ഷെ ബാങ്ക് കൊടുത്തതിന് ശേഷവും ഇപ്പോഴും പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. ആരെയും കുറ്റപ്പെടുത്തി പറയില്ല കേട്ടോ, അത് മനുഷ്യരുടെ ഒരവസ്ഥ അങ്ങനെയാണ്. പക്ഷെ ഭൗതിക കാര്യങ്ങൾക്ക് എവിടെങ്കിലും നമുക്കിപ്പോ ഒരു ഓഫർ ഉണ്ട്, ഇന്ന ദിവസം വരെ ഇന്ന സമയം വരെക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൈപ്പറ്റാൻ വേണ്ടി ആ സമയത്ത് കറക്റ്റ് അവിടെ എത്തിയിരിക്കും നമ്മള്. പക്ഷെ ബാങ്കിന് 12:10 20 30 35 40 അതിനുശേഷം പള്ളിയിലേക്ക് പോയാൽ മതി എന്ന് നിയത്ത് വെക്കുന്ന ആളുകളുണ്ട്. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ധൃതിപ്പെട്ടു വരണം എന്നാ പറഞ്ഞത്. മറ്റേ വദറുൽ ബൈഅ, കച്ചവടമൊക്കെ ഒഴിവാക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈർ. നോക്കൂ, ബാങ്ക് കൊടുക്കുന്നതോടുകൂടി ഓരോ കവാടങ്ങളിലുമുള്ള പള്ളിയുടെ കവാടങ്ങളിലുള്ള മലായിക്കത്തുകൾ ഏടുപൂട്ടും. അതോടുകൂടി അന്ന് വന്ന ആളുകളുടെ ലിസ്റ്റ് ക്ലോസ് ചെയ്യും. പിന്നെ അകത്തേക്ക് പ്രവേശിച്ച ആളുകൾ അന്നത്തെ ജുമുഅന്റെ ദിവസത്തിൽ ലിസ്റ്റിൽ ഇല്ല. പിന്നെ അതിന് ശേഷം വന്നിട്ട് കാര്യമുള്ളത്, ആഴ്ചയിൽ നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റ് 1 മണിക്കൂറിനടുത്ത് നമുക്ക് ഖുതുബന്റെ അതിൽ ജുമുഅന്റെ സമയമുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ.
രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നാട്ടുകാരിൽ, കൂട്ടുകാരിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم اجرنا واجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد.